ഹലോ. അപ്പോൾ ഞാൻ കുറച്ച് ദിവസമായി മുന്തിരി ഫ്രൂട്ട്സ് വാങ്ങിച്ചിട്ട് വരുമ്പോൾ കൂടെ മുന്തിരി ഉള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എനിക്ക് മറന്നു പോവുകയാണ്. അപ്പോൾ ഇന്ന് അതിനെ എടുത്തിട്ട് ഒന്ന് കഴുകിയിട്ട് ഒന്ന് തിളപ്പിച്ച് വയ്ക്കാം. തിളപ്പിച്ചിട്ട് ഞാൻ ജ്യൂസ് അടിക്കും. അപ്പോൾ ഈ പച്ച മുന്തിരി ജ്യൂസ് അടിക്കുമ്പോൾ ഒരു നമ്മുടെ ചുണ്ടൊക്കെ ഒരു ചൊറിച്ചൽ പോലെ ഉണ്ടാവും. തിളപ്പിച്ചാൽ അതുണ്ടാവില്ല. അപ്പോൾ അതവിടെ കഴുകിയിരിക്കട്ടെ. ഞാനിപ്പോൾ തൽക്കാലം പെട്ടെന്ന് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊരു ജ്യൂസ് ഉണ്ടാക്കുക. ഒരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഒരു നേന്ത്രപ്പഴം, കുറച്ച് ബദാമും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് എന്ത് വേണമെങ്കിൽ ഉണ്ടെങ്കിൽ ഇടാം. ഞാനിത് മാത്രമേ എടുത്തിട്ടുള്ളൂ. കുറച്ച് പാൽ ഒഴിച്ച് ചെറുതായിട്ട് മധുരം ഇട്ടിട്ട് വയ്ക്കുക. കഫക്കെട്ട് ഉണ്ടാകുകൊണ്ട് ഞാൻ പാൽ തിളപ്പിച്ച് വെച്ച പാലാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഇടനേരത്ത് ഇങ്ങനെ ചെറിയൊരു ജ്യൂസോ അല്ലെങ്കിൽ കോറ കലക്കിയിട്ടൊക്കെ കുടിക്കും. കോറ ഇങ്ങനെ ഇതുണ്ടാക്കിയിട്ട് ലൈറ്റായിട്ട് വെള്ളം പോലെ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയൊരു ഉഷാറുണ്ടാവും. അപ്പോൾ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് നല്ല മയത്തിൽ അടിച്ചെടുത്തിട്ടില്ല കേട്ടോ. ആ ബദാമിൻ്റെ ഒരു ഇത് നമ്മൾക്കിങ്ങനെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടി ഞാൻ ഒന്ന് ഇതാക്കിയിട്ട് അടിച്ചിരിക്കണം. അപ്പോൾ ഇത് നമുക്ക് ഡെക്കറേഷൻ്റെ ആവശ്യമില്ല. കാരണം നമ്മൾക്ക് വീട്ടിൽ കുടിക്കാനല്ലേ, എനിക്ക് കുടിക്കാനല്ലേ, അതുകൊണ്ട് ഡെക്കറേഷനൊന്നും ചെയ്തില്ല. അപ്പോൾ ഈ മുന്തിരി ഒന്ന് തിളപ്പിക്കട്ടെ. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ അത് ചൂടാറിയ ശേഷം ഞാൻ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുക. അപ്പോൾ ആരെങ്കിലും വന്നാലും നമുക്കാണെങ്കിലും പെട്ടെന്ന് എടുത്തിട്ട് ജ്യൂസ് ഉണ്ടാക്കാൻ